എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ അക്യൂസേഷൻ ആയിരുന്നു. ആ അക്യൂസേഷനിൽ നിന്ന് തിരിച്ചു വരാൻ എനിക്ക് നഷ്ടപ്പെട്ടത് 2.5 വർഷമാണ്. 2 വർഷത്തിന് ശേഷം ലിറ്ററലി 4.5 years 5 years എടുത്തു. കംപ്ലീറ്റ് ക്ലീൻ ചിറ്റ് കിട്ടി. സ്വന്തം കമ്മിറ്റ് താങ്ക്സ് ടു കേരള എല്ലാവരുടെയും സപ്പോർട്ട്, പിന്നെ എസ്പെഷ്യലി ഫാമിലിയുടെ സപ്പോർട്ട് വെച്ച് യു ആർ നോട്ട് ഗിൽറ്റി അൺലെസ് യു ആർ പ്രൂവൻ ഗിൽറ്റി എന്നതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം ഒരു ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ ക്രൂശിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് പ്രൂവ് ചെയ്യുന്ന വരെ അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും ഇല്ല. കാരണം തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതായാലും ശരി, ഇപ്പോൾ അസോസിയേഷനിലാണെങ്കിലും ശരി, ആർട്സിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, തെറ്റു ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിലും അതിന് വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ഫാമിലിയെ മാത്രമല്ല നിങ്ങളത് ബാധിക്കുന്ന, ഒരു കൂട്ടുകാരനെ പോയിട്ട് ഒരു ഫുൾ നാടാണ് നിങ്ങൾ എഫക്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ത്യ കളിച്ച് വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ മലയാളികൾ എത്ര പ്രൗഡായോ, അതുപോലെ തന്നെ എൻ്റെ എതിരെ അക്യൂസേഷൻ വന്നപ്പം അതുപോലെ തന്നെ മലയാളികളെ ക്രൂശിച്ചവരും നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് വൈ മീ എന്ന് ക്യാച്ച് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ വൈ മീ എന്ന് ക്യാച്ച് എടുക്കാതിരിക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വാട്ട് എവർ ഇറ്റ്സ് ഗോയിങ് ത്രൂ, ബി പേഷ്യൻറ്റ്. അത് പ്രൂവ് ആവട്ടെ, പ്രൂവ് ആയാൽ ഇൻക്ലൂഡിങ് മീ എല്ലാവരും അവരുടെ എതിരെ തന്നെയാണ്. പക്ഷേ പ്രൂവ് ആയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ വെറുതെ ക്രൂശിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മലയാള സിനിമ ഫോളോ ചെയ്യുന്ന ആളാണോ? തീർച്ചയായിട്ടും മലയാളം സിനിമയല്ലേ, ആർട്ടിസ്റ്റാണ്. അപ്പം സിനിമയും ക്രിക്കറ്റും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇത്തരം, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലർക്കെതിരെയുമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ ആണെങ്കിൽ പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ 4 വർഷം പുറത്തുവിടാതെ വെക്കുന്നു. പുറത്തു വിട്ടപ്പോൾ അതിന്റെ കണ്ടന്റ് ആയിട്ടുള്ള ചില സാധനങ്ങൾ പുറത്തുവിടാതിരിക്കുന്നു. അതിനെ എന്താണ്? ഇല്ല, അത് എനിക്ക് പറയാനുള്ളത്, വാട്ട് എവർ ഇറ്റ് ഈസ് ദേർ യു ഷുഡ് ഷോ ടു ദ വേൾഡ്. അതാണ് അഭിപ്രായം. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ സീനിയർ അതോറിറ്റി എടുക്കുന്ന ഡിസിഷൻ ആണ്. ഞാൻ ഫൈറ്റ് ചെയ്ത് തന്നെ BCCI, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ ഒരു ഫൈറ്റ് അല്ല ഞാൻ ചെയ്തത്. ഞാൻ പറയുകയാണെങ്കിൽ കറക്റ്റ് വേർഡ് വേണമെങ്കിൽ എൻ്റെ റൈറ്റ്സിനെ ഞാൻ ഫൈറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് സുപ്രീം കോടതിയിലാണ്. അപ്പം എങ്ങനെ വന്നാലും യു ഹവ് ടു ബിലീവ് ഇൻ ദ ജുഡിഫിക്കേഷൻ. അത് ഉറപ്പായിട്ടും സത്യം എന്നാലും തെളിയും, തെറ്റുകാരൻ എന്തായാലും ശിക്ഷിക്കപ്പെടും. ഈ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതുപോലെ ക്രിക്കറ്റിലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല പവർ ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഏരീസ് ഗ്രൂപ്പ്. എല്ലാം ഭയങ്കര പവറാണ്.